ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാട്ടോ എണീച്ചത്. അപ്പോൾ രാവിലെ സ്കൂളുണ്ടെങ്കിൽ നേരത്തെ എണീക്കും, സ്കൂൾ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ ഇക്ക വന്നു. ഇക്കയുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് മത്തിയും നെത്തലിയും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് വാങ്ങിയത് മത്തിയും നെത്തലിയും കൂടിയാണ്. മത്തി ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇന്ന് മത്തിക്കറി. നെത്തലി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ രണ്ടും നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് രണ്ടും രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് കറി വെക്കാനും ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചോറൊന്നും വെക്കുന്നില്ല. ചോറ് ഇന്ന് കുട്ടികൾക്കൊന്നും ചോറ് വേണ്ട പറഞ്ഞു. അപ്പോൾ ഇന്ന് കപ്പ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്കൂളില്ലെങ്കിൽ അധികവും കപ്പ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ കപ്പയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നന്നായി വെട്ടി കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അരിയുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ നടുവിലുള്ള ആ നാര് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ നാര് തടയും, അതുകൊണ്ട് കടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അരിയുന്നത്. അങ്ങനെ ഞാനത് അരിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മീൻ കറിയിലേക്കാണ് കേട്ടോ. അതിൽ തേങ്ങയും ഒരു 2-3 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കണത്. ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ചട്ടി ചൂടായതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2.5 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് വെറുതെ ഒന്ന് ചുമ്മാ അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് വെറുതെ വറുത്ത് ഇത് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വറക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയൊരു തക്കാളി പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഈ ചാറൊന്ന് വറ്റുന്നവരെ, ചെറുതായിട്ടൊന്ന് വറ്റുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചെറിയ തീയിൽ തന്നെ വെന്തോട്ടെ. വെന്ത ശേഷം നമുക്ക് കരിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റും പിന്നെ കുരുമുളകും പെരിഞ്ചീരകമാണ് കേട്ടോ അരച്ച് ഇട്ടിരിക്കുന്നത്, പൊടിച്ചത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട് വെന്തിട്ട്. അങ്ങനെ ഇത് മാറ്റി വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ജാറിലേക്ക് ഞാൻ കപ്പയ്ക്കുള്ളതാണ് കേട്ടോ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ജീരകം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മുടെ അരപ്പിലേക്ക് ഇടുന്നുണ്ട് കപ്പയുടെ. അങ്ങനെ ഇന്നത്തെ പിന്നെ കരിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ കപ്പയും മീൻ കറിയും കുടംപുളി ഇട്ട മീൻ കറി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നെത്തലി വറുത്തതും കൂടിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ഇടണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.